സോണിയാഗാന്ധിയുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഈ വിഷ്വലിൽ കാണുന്ന ഈ ഒരു ചിത്രം, ഈ ചിത്രത്തിൽ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പല പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയോട് നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്റിക്കിന്റെ ഒരു ഷോപ്പ് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഉണ്ട് എന്നുള്ളതാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു വെക്കുന്ന കാര്യം. പക്ഷേ ഈ സുബ്രഹ്മണ്യൻ സ്വാമി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ചും എന്തും പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ പെരുങ്കള്ളനെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ മറന്നുപോകരുത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നത് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശുമായിട്ടാണ്. ഇന്നലെ VD സതീശന്റെ അടുക്കലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല. കാരണം സുബ്രഹ്മണ്യൻ സ്വാമി ദേശീയ തലത്തിൽ കൊണ്ടുവന്നൊരു ആരോപണമാണ്. ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ BJP വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? സുതാര്യമായിട്ട് നടക്കുന്ന അന്വേഷണത്തെ എന്തിനാണ് UDF ഭയപ്പെടുന്നത്? നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് സോണിയാഗാന്ധിയുടേതാണ്. എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിനെ കുറിച്ചൊരു പരാമർശം ഈ കാര്യത്തിൽ വരുന്നത്? സോണിയാഗാന്ധിയുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഈ വിഷ്വലിൽ കാണുന്ന ഈ ഒരു ചിത്രം, ഈ ചിത്രത്തിൽ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പല പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയോട് നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും അതുമായി സഹകരിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ ആരോപണങ്ങൾ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തരവാദിത്വ ബോധത്തോടെ നടക്കുന്ന വളരെ സുതാര്യമായി നടക്കുന്ന ഒരു അന്വേഷണത്തിന്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ കുറ്റപത്രം കോടതിയിൽ നിന്ന് സമർപ്പിച്ചോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ സ്വർണ്ണമോഷ്ടാവാക്കാൻ വേണ്ടിയിട്ട് വെപ്രാളം കൊള്ളുക, അതല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണക്കള്ളനാക്കാൻ വേണ്ടി വെപ്രാളം കൊള്ളുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു വരുമല്ലോ. ആ രാഷ്ട്രീയ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിരിക്കും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ആന്റിക്കിന്റെ ഒരു ഷോപ്പ് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഉണ്ട് എന്നുള്ളതാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു വെക്കുന്ന കാര്യം. പക്ഷേ ഈ സുബ്രഹ്മണ്യൻ സ്വാമി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ചും എന്തും പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ 2014 മോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം നരേന്ദ്രമോദി തന്നെ സുബ്രഹ്മണ്യൻ സ്വാമിയെ എടുത്തുകൊണ്ട് വീടിന്റെ അടുക്കളപ്പുറത്ത് പൂട്ടിയിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമിക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണത്തോട് നമ്മൾ എത്രത്തോളം പ്രതികരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ കാണണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടെലഗ്രാഫ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പത്രത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ദ CBI ഈസ് വെയിറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റലി ഓൺ ദ ഓണർഷിപ്പ് റൈറ്റ് ടു ആന്റിക് ഷോപ്സ് ഇൻ റിവോൾട്ടോ ആൻഡ് ഒർബാസാണോ. ഇതാണ് അതിൽ പറഞ്ഞത്. പിന്നെ എന്ത് വിശദമായിട്ട് പറയുന്നത്, അലിഗിരി ഓൺഡ് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിസ് ഫാമിലി ആഫ്റ്റർ ജനതാ പാർട്ടി ചീഫ് സുബ്രഹ്മണ്യൻ സ്വാമി ഫയൽഡ് എ പെറ്റീഷൻ ഇൻ ഡൽഹി ഹൈക്കോർട്ട്. ഇത് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുള്ള ഒരു കേസാണ്. ഇതിപ്പോൾ CBI ഇതിനകത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇറ്റലിയിൽ നിന്നുള്ള റിപ്ലൈ വന്നിട്ടില്ല. ആ ഇറ്റലിയിൽ നിന്നുള്ള റിപ്ലൈ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടെ. പക്ഷേ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയി എന്നുള്ളതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം കൊണ്ട് സോണിയാഗാന്ധിക്ക് കൊടുത്തു എന്നുള്ളതിന് അർത്ഥമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പെരുങ്കള്ളൻ, ആ പദം തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്നത്, ഒരു പെരുങ്കള്ളൻ. ഈ പെരുങ്കള്ളനെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ മറന്നുപോകരുത്. അതുകൂടാണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നത് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശുമായിട്ടാണ്. വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ അയ്യപ്പ സംഗമം ശബരിമലയിൽ നടക്കുന്നതിന് തൊട്ട് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പരാതിയുമായിട്ട് രംഗത്ത് വരികയാണ്. ദ്വാരപാലക ശില്പത്തിന്റെ അടിത്തട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും അത് അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയൊരു ശ്രമമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ദേവസ്വം വിജിലൻസ് ഇയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇയാൾ തന്നെ സമ്മതിക്കുന്നു അത് സഹോദരിയുടെ വീട്ടിലുണ്ടെന്ന്. അതിനുശേഷം അത് സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി UDFന് വേണ്ടിയിട്ടാണോ ദ്വാരപാലക ശില്പത്തിന്റെ അടിത്തട്ട് മാറ്റി കാണാനില്ല എന്നുള്ളൊരു കള്ളപ്പരാതി കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ആരാണെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കത്തില്ലേ? സ്വാഭാവികമായിട്ടും അത് UDFന്റെ തലയിലേക്ക് തന്നെ വരത്തില്ലേ? അതല്ല എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ഇപ്പോൾ സ്പോൺസർ ചെയ്ത് ഇറക്കിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി വിശദീകരണം നൽകേണ്ടതുണ്ടല്ലോ. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടെയുള്ള ചില ദേവസ്വം ഉദ്യോഗസ്ഥരും കൂടി നടത്തിയിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണിത്.
ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയിട്ടുള്ള ഒരു കച്ചവടമാണിത്. ദ്വാരപാലക ശില്പം ഉൾപ്പെടെ വാതിൽ പാളികൾ ഉൾപ്പെടെ എല്ലാം അടിച്ചു മാറ്റി ഏറ്റവും ലാസ്റ്റ് അവിടുന്ന് അയ്യപ്പനെയും കൂടി അടിച്ചു മാറ്റിയതിനെ ഇതേപോലത്തെ ഒരു അന്വേഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, കാരണം ഇത് ആന്റിക്കിന് നമ്മളിത് ആദ്യ ചർച്ചകളിൽ തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ആന്റിക് എന്നതിനപ്പുറത്തേക്ക് ഇതൊരു സ്പിരിച്വൽ മെറ്റീരിയൽ ആണ്. നമ്മളൊക്കെ ഏലസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കേട്ടില്ല. അല്ലെങ്കിൽ തിരുശേഷിപ്പ്, ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ തിരുശേഷിപ്പ്, ഹിന്ദുക്കൾക്കാണെങ്കിൽ ഏലസ്. ഈ ഏലസിനകത്തൊക്കെ ശബരിമലയിലെ ഒരു തരി പൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലക്ഷങ്ങളുടെ വാല്യൂ ഉണ്ട്. അത് തന്നെയാണ് ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചെയ്തിട്ടുള്ളത്. അതിന് കൂട്ടുനിന്ന ആളുകളാണ് മുരാരി ബാബുവും അതോടൊപ്പം തന്നെ ഈ എ പത്മകുമാർ, ജയശ്രീ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിൽ കൂട്ടുനിന്നിട്ടുണ്ട്. ഇത് അവിടെ നടന്നിരിക്കുന്ന ശബരിമലയ്ക്ക് ഉള്ളിൽ നടന്നിരിക്കുന്ന ഒരു കൊള്ളയാണ്. ആ കൊള്ളയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും നടത്തുന്ന സമയത്ത് എന്തിനാണെന്ന് രാഷ്ട്രീയ ആരോപണങ്ങളുമായിട്ട് പ്രതിപക്ഷവും ഒക്കെ രംഗത്ത് വരുന്നത്? രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് അതേ രീതിയിൽ തന്നെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു അവകാശം ഭരണപക്ഷത്തിനുണ്ട്. അവരപ്പോൾ ചോദിക്കും, ഗോവർദ്ധന്റെ കൂടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സോണിയാഗാന്ധി അതെന്ത് അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഒരുപക്ഷെ പറയുമായിരിക്കും, സോണിയാഗാന്ധിയെ കണക്ട് ചെയ്യാനായിട്ട് പിന്നെ ഉണ്ടെന്നേ. സോണിയാഗാന്ധി പണ്ട് ബെല്ലാരിയിൽ മത്സരിച്ചിട്ടില്ലേ? സോണിയാഗാന്ധി ബെല്ലാരിയിൽ സുഷമാ സ്വരാജിനെതിരെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്ന ബന്ധമായിരുന്നു ഗോവർദ്ധനും അല്ലെങ്കിൽ ഗോവർദ്ധന്റെ ഗോൾഡ് മാഫിയുമായിട്ട് എന്ന് CPM ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അതിനെ എതിർക്കാൻ പറ്റുക? ഗോവർദ്ധന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോ ഒരു പ്രാവശ്യമാണോ? പല പ്രാവശ്യം. അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ തൊട്ടുപുറകിൽ നിൽക്കുന്ന ഇറ്റലിക്കാരനായിട്ടുള്ള ഒരു പയ്യനുണ്ട്. അതാരാണ്? ആ ഫോട്ടോയുടെ ആധികാരികതയും കാര്യങ്ങളും ഒക്കെ പിന്നീട് വെളിച്ചത്ത് വരേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് പ്രസക്തിയുണ്ട്. ഇന്നലെ VD സതീശന്റെ അടുക്കലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല. കാരണം സുബ്രഹ്മണ്യൻ സ്വാമി ദേശീയ തലത്തിൽ കൊണ്ടുവന്നൊരു ആരോപണമാണ്. ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ BJP വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കൃത്യമായ അന്വേഷണം നടത്തുമല്ലോ. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഡോക്യുമെന്റ്സും ഡാറ്റയും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാരിന് എത്ര സമയം വേണ്ടി വരും? ഇതിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമ വാർത്തകളിൽ ഇങ്ങനെ നിറച്ചു നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും BJPക്കും ഇല്ല, CPMനും ഇല്ല. ഇതിപ്പോ CPM സൈബർ ഇടങ്ങളിലാണ് ഇത് പ്രചരിക്കുന്നത്. അതിന് പ്രചരിക്കുന്നതിന് കാരണം എന്താണ്? അത് പ്രചരിക്കുന്നതിന് കാരണം ഇതാണ്, അനാവശ്യമായിട്ട് മുഖ്യമന്ത്രിയിലേക്ക്, അനാവശ്യമായിട്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ആരോപണങ്ങൾ പോകുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചുകൊണ്ടത്, സുതാര്യമായിട്ട് നടക്കുന്ന അന്വേഷണത്തെ എന്തിനാണ് UDF ഭയപ്പെടുന്നത്? UDF നിശ്ചയിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് ഇതിനകത്തെ പ്രതി, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിനകത്തെ പ്രതി, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പ്രതികളായാൽ മാത്രമേ ശബരിമല അന്വേഷണം പൂർത്തിയാവുകയുള്ളൂ. അതങ്ങനെയാണോ അതിന്റെ രീതി? അല്ലല്ലോ. അപ്പൊ മറിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ട, പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയ ആരോപണം ഒരാൾക്കെതിരെ ഉന്നയിക്കുന്ന സമയത്ത് തിരിച്ചും ആ രാഷ്ട്രീയ ആരോപണം തങ്ങൾക്ക് നേരെ വരുമ്പോൾ അത് പ്രതിരോധിക്കുക രക്ഷയുള്ളൂ. അതിനപ്പുറത്ത് കിടന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് പങ്കില്ലേ, ഞങ്ങളുടെ സോണിയാഗാന്ധിയെ അനാവശ്യമായിട്ട് രാഷ്ട്രീയ ആരോപണത്തിന് വിധേയമാക്കുകയാണ്, വയ്യാതിരിക്കുന്നൊരു സ്ത്രീയാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബോഫോസ് കേസിന്റെ സമയത്തും സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കൊത്രോക്കിയും സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു വന്നതല്ലേ? അത് ഉയർത്തിക്കൊണ്ട് വന്നത് സുബ്രഹ്മണ്യൻ സ്വാമി അല്ലേ? സോണിയാഗാന്ധിയെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചതാരാണ്? സുബ്രഹ്മണ്യൻ സ്വാമി അല്ലേ? അത് ഇവിടുത്തെ RSS ഏറ്റുപിടിച്ചതല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് ഇത് വലിയൊരു ആരോപണമാണ്, നിസ്സാര ഒരു ആരോപണമൊന്നുമില്ല. കാരണം ബെല്ലാരിയിലെ ഗോവർദ്ധൻ, സോണിയാഗാന്ധി മത്സരിച്ച് MP ആയിട്ടുള്ള ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനുമായിട്ട് സോണിയാഗാന്ധിക്ക് എന്താണ് ബന്ധമെന്ന് CPM ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം നൽകിയേ പറ്റൂ കോൺഗ്രസ്. അതല്ലാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. ഞാൻ വിചാരിക്കുന്നില്ല ഒരിക്കലും സോണിയാഗാന്ധിക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ഈ സ്വർണം വിറ്റതെന്ന്. പക്ഷേ ഒരു തരി പൊന്ന് ഒരു പക്ഷേ സാധ്യതയുണ്ട്. ഒരു തരി പൊന്ന് ആ കൊടുത്ത ഗിഫ്റ്റ് ബോക്സിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഏലസ് പോലെ അത് അവിടെ നിന്ന് ഒരുപക്ഷെ കണ്ടെത്താൻ സാധിച്ചേക്കാം. പക്ഷെ അന്വേഷണം അവിടേക്കൊന്നും പോകത്തില്ലെന്ന്. വിറ്റുപോയ സ്വർണമൊക്കെ എവിടെ നിന്ന് തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ ഉരുക്കി പോയിട്ടുള്ള സ്വർണം എവിടെ നിന്ന് തിരിച്ചെടുക്കാൻ? തുല്യമായിട്ടുള്ള അളവിൽ സ്വർണം എടുത്തുകൊണ്ട് ശബരിമലയിൽ വെക്കാൻ വേണ്ടി പറ്റും. മറിച്ച് ശബരിമലയിൽ പൂജകൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ശബരിമലയിലെ ആ ഒരു തിരുസന്നിധിയിലെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതൊരു പക്ഷെ പല ആളുകളുടെയും കഴുത്തിലും കാതിലും അരയിലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ തപ്പി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ജയറാമിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു, ഇനി എത്രയോ പേരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് രാഷ്ട്രീയ ആരോപണങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാവുക,
അനാവശ്യമായിട്ടുള്ള പാട്ടുകളാണ് ഇതെല്ലാം കേറ്റിയെ പോറ്റിയെ എന്നുള്ള പാട്ടിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇതൊക്കെ. എന്തിനാണ് വെറുതെ മുഖ്യമന്ത്രിയിലേക്ക് വലിച്ചിഴക്കുന്നത്? എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രനെ വലിച്ചിഴക്കുന്നത്? SIT സുതാര്യമായിട്ട് അന്വേഷിക്കട്ടെ. ആ സുതാര്യമായിട്ട് അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ കുറ്റക്കാരാണെങ്കിൽ അവരിലേക്ക് എത്തിക്കോട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാതെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് CPM പറയും തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് സോണിയാഗാന്ധിക്കാണെന്നും സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ ആന്റിക് ഷോപ്പിലാണ് ഇത് വിറ്റിട്ടുള്ളതെന്നൊക്കെ പറയും. സത്യത്തിൽ അങ്ങനെ ഒന്നും നടക്കില്ല. അങ്ങനെ ഒന്നും നടക്കില്ല. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരിക്കുന്നത് ഇത് ഏലസാക്കി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മോഹവില വാങ്ങിയിട്ടുണ്ടാവും. അതിന് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും മുരാരി ബാബുവും ഒക്കെ അതിൻ്റെ പങ്കും പറ്റിയിട്ടുണ്ടാവും എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇതിന് നടന്നിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ട് സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം പോകുമോ, ഇനി പിണറായി വിജയനിലേക്ക് അന്വേഷണം പോകുമോ എന്നൊന്നും ഓർത്ത് മലയാളികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്.